അല്ല, എന്താ കാര്യം മാഡം? എന്റെ പേരിലുള്ള മുഴുവൻ സ്വത്തുവകകളും നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാഡം, അത്തരം കാര്യങ്ങളൊന്നും നമുക്കിപ്പോ ആലോചിക്കണ്ട. ഇപ്പോ അമ്മയും മോളും കൂടെ കൂടി ചേർന്നതിന്റെ സന്തോഷം, അത് രണ്ടുപേരും വേണ്ടത്ര അങ്ങ് ആഘോഷിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. വരുൺ, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേരിൽ വേണമെന്ന് പറഞ്ഞ് അർദ്ധരാത്രി ഒരു വക്കീലിനെ വിളിച്ചു വരുത്തി വിൽപത്രം തയ്യാറാക്കിയ കാര്യം? ശ്യാമ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ അതിലുണ്ട്. അത് പിന്നെ ജീവനെടുക്കാൻ തീരുമാനിച്ചതിന്റെ ഒരു തയ്യാറെടുപ്പായിരുന്നല്ലോ. അക്കാര്യം വീണ്ടും വീണ്ടും പറയണ്ട. എനിക്കത് കേൾക്കുമ്പോ ഇപ്പോഴൊരു ചങ്കെടുപ്പാ. പോട്ടെ മോളെ, അത് കഴിഞ്ഞില്ലേ. പിന്നെ വരൂ, എന്റെ ആഗ്രഹങ്ങളൊരു കുന്നോളമുണ്ട്. എല്ലാം പതുക്കെ പതുക്കെ നടത്തണം. ആയിക്കോട്ടെ, മേഡത്തിന് മാത്രമല്ലോ രാധയ്ക്കും കാണില്ല ആഗ്രഹങ്ങള്. അത് അയാളും പറയട്ടെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്കിങ്ങനെ അമ്മയോട് ചേർന്ന് അമ്മയോടൊപ്പം നടന്നാ മതി. വരൂ, നമുക്ക് എല്ലാവർക്കും കൂടി ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് ഒരു ട്രിപ്പ് പോകണം. പറ്റുമെങ്കിൽ വിദേശത്തേക്ക്. എല്ലാം മറന്ന് കുറച്ച് ദിവസം. അതൊരു നല്ല ഐഡിയ ആണ് മാഡം. ഞങ്ങളും ഒരു ട്രിപ്പൊന്നും പോയിട്ടില്ല. അപ്പോ എല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്തേക്കാം. എന്താ? എടുത്തേ, ആ വിൽപത്രം എടുത്തിട്ട് ഇവരൊന്ന് കാണിക്കട്ടെ. എന്തിനാ അമ്മേ വെറുതെ? ഒന്ന് കാണുന്നുണ്ട്. എന്താ കുട്ടി, എടുത്തിച്ചില്ല. എന്റെ മരണശേഷവും അത് നടപ്പിലാവുകയെന്ന് കരുതി. പക്ഷെ എന്തോ ശ്യാമയുടെ ആയുസ് അങ്ങനെ തീരണ്ടാന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.